ഹലോ എവരിവൺ. അപ്പോൾ റിയാക്ട് നേറ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഒറ്റ വീഡിയോ ആയിരിക്കില്ല, ഇതൊരു സീരീസ് ഓഫ് വീഡിയോസ് ആയിരിക്കും. ഒരു കുറച്ച് ലെങ്തി ഉള്ളതായിരിക്കും. അതായത് ഞാൻ പാർട്ടായിട്ടായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യേണ്ടാവുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷൻ നോക്കി, ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി നോക്കി. പക്ഷേ നമുക്ക് റിയലായിട്ട് ഒരു പ്രൊഡക്ഷൻ ലെവലിൽ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു സീരീസിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് മുതൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കോമ്പോണൻസുകളും ഒരു ലൈവായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റും എന്നുള്ള ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തത് ഒരു ഫുഡ് ഡെലിവറിയുടെ ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ നാട്ടിലുള്ള പോലത്തെ സ്വിഗ്ഗി, സൊമാറ്റോ അത്തരത്തിലുള്ള സാധാരണ ഒരു ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻ. അതിൽ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാവും. റെസ്റ്റോറൻറ്റുകളിൽ അവരുടെ ഇതായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാവും. ആ ഫുഡ് ഐറ്റംസ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണാം. അതിൻ്റെ പ്രൈസ്, അതിൻ്റെ റിവ്യൂകൾ, കാര്യങ്ങൾ, റേറ്റിംഗ്, പിന്നെ അതുപോലെ നമുക്കതിലെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്ത് അതിനെ നമുക്ക് കാർട്ടിൽ ആഡ് ചെയ്യാം. കാർട്ടിൽ നിന്ന് നമുക്കതിനെ ചെക്കൗട്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, പിന്നെ നമുക്കതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഓർഡറിൻ്റെ ഹിസ്റ്ററികൾ, പിന്നെ നമുക്ക് മാപ്പിൻ്റെ ഒരു വ്യൂ, ഡ്രൈവർ ഇപ്പോൾ എവിടെ എത്തി, അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ഇപ്പോൾ എവിടെ എത്തി, ഡെലിവറി ബോയ് എവിടെ എത്തി, അത്തരത്തിലുള്ള ഏകദേശം ഒരു ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷനിൽ നമ്മൾ കാണുന്ന എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു ആപ്ലിക്കേഷൻ. അതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബാക്ക് എൻഡ് സിസ്റ്റം ഇതിന് വേണം, ഒരു സെർവർ, അങ്ങനത്തെ കാര്യങ്ങൾ ഇതിന് വേണം. അപ്പോൾ ഒരു ബാക്ക് എൻഡ് കാര്യങ്ങളും ഞാൻ ഇതിൽ കൂടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൊരു മൂവി ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മൂവി ആപ്ലിക്കേഷനിൽ നമുക്കൊരു മൂവീസിൻ്റെ ആ APIs പ്രൊവൈഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു TMDB ദ മൂവി ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് നമുക്ക് കിട്ടി. അവരുടെ സർവീസുകൾ നമ്മൾ യൂസ് ചെയ്ത്. പക്ഷേ ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷനിൽ ചിലതുണ്ട് അങ്ങനത്തത്. പക്ഷെ ഞാൻ നമ്മളുടേതായിട്ടുള്ള ഒരു സിസ്റ്റം തന്നെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബാക്ക് എൻഡ് സിസ്റ്റം ഞാൻ ഇതിൽ കൂടെ ചെയ്യേണ്ട. അപ്പോൾ അത് ഞാൻ Node.js-ലായിരിക്കും ചെയ്യേണ്ടാവുക. Node.js, അതുപോലെ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ് ഫ്രെയിംവർക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൽ കൂടെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ റിയാക്ട് നേറ്റീവ് ആപ്ലിക്കേഷൻ ആയിരിക്കും, അതിൻ്റെ ഡിസൈനുകളായിരിക്കും. പിന്നീട് അവിടെ നിന്ന് നമുക്ക് ബാക്ക് എൻഡുമായിട്ട് കണക്ട് ചെയ്ത് APIs വിളിച്ച് നമുക്ക് അതിൽ ഡാറ്റാസൊക്കെ പോപ്പുലേറ്റ് ചെയ്ത് വരുന്ന സമയമാകുമ്പോൾ ഞാൻ ബാക്ക് എൻഡും ഇതിൽ കൂടെ ഞാൻ കാണിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ഫുഡ് ഡെലിവറി ആപ്പിൻ്റെ ഒരു ഡിസൈനിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലതരം ആപ്ലിക്കേഷൻസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഡിസൈനാണ്, ഒരു ആപ്ലിക്കേഷൻ്റെ, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ. അപ്പോൾ ഞാൻ അതിനായിട്ട് ബിഹാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അഡോബിൻ്റെ ബിഹാൻസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഞാൻ കുറേ ഡിസൈനുകൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഇതിലൊരുപാട് ഡിസൈനുകളുണ്ട്. ഇവിടെ നമുക്ക് വന്നിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻസ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിസൈനുകൾ കിട്ടും. നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഡിസൈനുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ആ ഡിസൈനുകൾ ജസ്റ്റ് ഇതുപോലെ നമുക്ക് ഇങ്ങനെ വ്യൂ ചെയ്യാനും പറ്റും. എന്നിട്ട് അത് നോക്കിയിട്ട് നമുക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ഡിസൈൻ വേണമെങ്കിൽ ഡിസൈനും ചെയ്യാം. നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. നമുക്കതിനെ പർച്ചേസ് ചെയ്യാൻ, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഞാനങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഫുഡ് ഡോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ. അത് ഈ ഒരു അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരൻ ഡിസൈൻ ചെയ്തൊരു ഒരു ഡിസൈനാണിത്. അപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ ഏകദേശം നമുക്ക് ഒരു ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യാൻ പോണത് ഈ ഒരു വയർ ഫ്രെയിം വെച്ചിട്ടായിരിക്കും, ഈ ഒരു ഡിസൈൻ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ഡിസൈൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഏകദേശം ഒരു എല്ലാം പേജുകൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഹോം പേജ്, സൈൻ ഇൻ പേജ്, അങ്ങനെ യൂസറിൻ്റെ ഒത്തൻറ്റിക്കേഷൻ, അതുപോലെ ഫേസ്ബുക്കും ഗൂഗിളുമായിട്ടുള്ള കണക്ഷൻ, പിന്നെ അതുപോലെ OTP ജനറേഷൻ, അങ്ങനെയുള്ള തുടങ്ങി. പിന്നെ നമ്മളെ ഫിൽട്ടറിങ്, സെർച്ചിങ്, അതുപോലെ റെസ്റ്റോറൻറ്റുകളെ നമുക്ക് ഫിൽട്ടർ ചെയ്യാനും സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് അതിൻ്റെയൊക്കെ വ്യൂകൾ. പിന്നെ അതുപോലെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, ചെക്കൗട്ട് ചെയ്യണ കാര്യങ്ങൾ, റിവ്യൂ, അതുപോലെ കാർട്ട് മാനേജ്മെൻറ്റ്, മാപ്പിൻ്റെ ഒരു വ്യൂ, അങ്ങനെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഏകദേശം ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഇതിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ ഞാൻ എൻ്റേതായിട്ടുള്ള വരുത്തും. അതായത് ഈ ഐക്കൺസ്, അങ്ങനെ ഇമേജസ്, നമ്മളുടേതായിട്ടുള്ള കുറേ ചേഞ്ചസ് ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ബട്ട് ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും
അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ആ ഡിസൈൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസൈൻ തന്നെയാണ്. വളരെ മനോഹരമായിട്ട് ഒരു അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ആപ്ലിക്കേഷൻ ആദ്യം തന്നെ നമുക്കൊരു റിയാക്ട് നേറ്റീവ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യണ പോലെ തന്നെ നമുക്കൊരു ഫോൾഡറിൽ വന്നിട്ട് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് റിയാക്ട് നേറ്റീവ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം. അതൊന്നും Node.js ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം, npm ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അതൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. മുമ്പത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്ക് നോർമലി ചെയ്യണ പോലെ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതിന് പേര് കൊടുക്കുന്നത് ഫുഡ് ഡെലിവറി എന്നാണ് ഞാൻ പേര് കൊടുക്കുന്നത്. ഒറ്റ ഡി ഉള്ളൂ ഫുഡ് ഡെലിവറി എന്നുള്ള പേര്. അപ്പോൾ ഞാൻ ഫുഡ് ഡോറിന് പകരം ഫുഡ് ഡെലിവറി എന്നുള്ള പേര് വെച്ചിട്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷനിലുടനീളം അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്തും പിന്നെ ഈ പ്രൊജക്റ്റിൻ്റെ പേരും എല്ലാം ഞാൻ അങ്ങനെ ഒരു പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് വീഡിയോന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പേരാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്ത് കിട്ടും. നമുക്കറിയാം, നമ്മൾ അത് മുമ്പ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ റിയാക്ട് നേറ്റീവ് CLI ഉപയോഗിച്ചിട്ടാണ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്. അതുപോലെ ആപ്ലിക്കേഷൻ നമ്മൾ എക്സ്പോ വെച്ചിട്ടല്ല, റിയാക്ട് നേറ്റീവ് CLI വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു വ്യത്യാസം കൂടി ഇതിലുണ്ട്. കാരണം റിയാക്ട് നേറ്റീവ് CLI വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതിലെങ്ങനെ നമുക്കൊരു പ്രൊഡക്ഷൻ ലെവൽ ആപ്ലിക്കേഷൻ ചെയ്യാം. പിന്നെ നമ്മൾ എക്സ്പോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു റിയാക്ട് നേറ്റീവ് CLI ആണ് ഞാൻ പ്രിഫർ ചെയ്യുക. എക്സ്പോയിൽ ചെയ്യാം, പക്ഷെ ചില ലിമിറ്റേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് റിയാക്ട് നേറ്റീവിലേക്ക് നമുക്ക് ഇജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷേ ഞാൻ റിയാക്ട് നേറ്റീവിൽ ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ പ്രൊജക്റ്റ് റിയാക്ട് നേറ്റീവിൻ്റെ പ്രൊജക്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഡിപ്പെൻഡൻസീസ് അതുപോലെ മറ്റ് കുറച്ച് ലൈബ്രറീസ് ഞാൻ യൂസ് ചെയ്യാൻ പോണത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന കുറച്ച് ലൈബ്രറീസ് ഐക്കണിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോണ കുറച്ച് ലൈബ്രറീസ്, പിന്നെ അതുപോലെ കുറച്ച് ഡിപ്പെൻഡൻസീസ്. ഇതൊക്കെ റിയാക്ട് നേറ്റീവ് ലൈബ്രറീസ് അല്ല, ഇതെല്ലാം ചില വെബ്സൈറ്റുകളായിരിക്കും. ഞാൻ കുറച്ച് ഐക്കണുകൾ അതുപോലെ കുറച്ച് അങ്ങനത്തെ ഡിസൈനിങ് ടൂളുകൾ യൂസ് ചെയ്യേണ്ടതിൽ അതൊക്കെ ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ചെയ്തെന്നുള്ളൂ. പിന്നെ അതുപോലെ കുറച്ച് ഡിപ്പെൻഡൻസീസിൻ്റെ താഴെ കാണുന്നതാണ് റിയാക്ട് നേറ്റീവിൻ്റെ മൊഡ്യൂളുകൾ. ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് npm പാക്കേജുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോണത്. അപ്പോൾ അതിൽ റിയാക്ട് നാവിഗേഷൻ ആണ് അതിൽ ഏറ്റവും മെയിനായിട്ട് നമുക്ക് വേണ്ടത്. അത് ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. ബാക്കിയുള്ളത് നമുക്ക് അത് യൂസ് ചെയ്യണ സമയത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. റിയാക്ട് നേറ്റീവ് വെക്ടർ ഐക്കണിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ ലോട്ടി നമുക്ക് അനിമേറ്റഡ് ആയിട്ടുള്ള ഐക്കൺസുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ആക്സിയോസ് API കോളുകൾക്ക് REST API കോളുകൾക്ക് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ അസിങ് സ്റ്റോറേജ് ലോക്കൽ സ്റ്റോറേജിന് വേണ്ടി, റീഡക്സ് തങ്ക് ഇതൊക്കെ സ്റ്റേറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. പിന്നെ റിയാക്ട് നേറ്റീവ് മാപ്സിന് വേണ്ടിയിട്ട് അതൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം ഞാൻ റിയാക്ട് നാവിഗേഷൻ ഞാൻ തുടക്കത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ കുറച്ച് സ്ക്രീനുകൾ ഞാൻ ആദ്യം തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് റിയാക്ട് നാവിഗേഷൻ വേണം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ആ ഒരു വയർ ഫ്രെയിം ആ ഒരു ഡിസൈൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ വയർ ഫ്രെയിം, നമ്മുടെ UI ഡിസൈൻ എന്ന് പറയുന്നത്. നേരത്തെ ഞാനൊന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കിയെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് സ്ക്രീനുകൾ അതുപോലെ മൾട്ടിപ്പിൾ ഫ്ലോകളൊക്കെ വരുന്നുണ്ട്. സ്ക്രീനുകൾ എന്ന് പറയുമ്പോൾ ഇതിലാദ്യം തന്നെ ഒരു സ്പ്ലാഷ് സ്ക്രീനാണ് ഇതിലാദ്യം വരുന്നത്. സ്പ്ലാഷ് സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ലോഗോ അതുപോലെ അതിൻ്റെ പേര് മാത്രം കാട്ടിപ്പോകുന്ന ജസ്റ്റ് ഒരു കുറച്ച് സെക്കൻഡുകൾ ഉണ്ടാവുള്ളൂ ആ സ്പ്ലാഷ് സ്ക്രീൻ. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. പിന്നെ മാത്രമല്ല സ്പ്ലാഷ് സ്ക്രീനുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വേറൊരു പർപ്പസും കൂടി ഉണ്ട്. നമ്മളെ ആപ്ലിക്കേഷൻ്റെ ഇനീഷ്യൽ ലോഡപ്പ് എന്തെങ്കിലും ഒരു ഫങ്ഷണാലിറ്റി ലോഡ് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ടിൽ ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്പ്ലാഷ് സ്ക്രീൻ യൂസ് ചെയ്യാം. അപ്പോൾ ആ സ്പ്ലാഷ് സ്ക്രീൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ API കോളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോക്കൽ സ്റ്റോറേജ് എന്തെങ്കിലും എടുക്കാണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് സമയം കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് വെക്കാം. നമുക്ക് ആ സ്പ്ലാഷ് സ്ക്രീനിൽ വേണമെങ്കിൽ എന്തെങ്കിലും ലോഡിങ് കൊടുക്കുക, ഒരു സ്പിന്നർ പോലത്തെ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ആപ്ലിക്കേഷൻ ലോഡ് ആവുന്നുള്ളൂ എന്നുള്ളത് കാണിക്കാൻ വേണ്ടി നമുക്ക് അത്തരത്തിൽ നമുക്ക് ഈ സ്പ്ലാഷ് സ്ക്രീനിൽ എന്തെങ്കിലും കൊടുക്കാം. സ്പ്ലാഷ് സ്ക്രീൻ കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോഴാണ് ഈ വെൽക്കം സ്ക്രീൻ വരാം. ഞാൻ സ്പ്ലാഷ് സ്ക്രീൻ്റെ ഒരു ഡിസൈൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെ താഴെ വരുമ്പോൾ ഇതായിരിക്കും ഏകദേശം ഒരു സ്പ്ലാഷ് സ്ക്രീൻ്റെ ഒരു വ്യൂ വരുന്നുണ്ടാവുക. ഒരു ലോഗോ, പേര്, അതുപോലെ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നുണ്ടാവുക ഒരു വെൽക്കം സ്ക്രീൻ ആയിരിക്കും. വെൽക്കം സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ
ഈ ഫസ്റ്റ് കാണുന്ന ഈ 3 സ്ക്രീനുകളായിരിക്കും വെൽക്കം സ്ക്രീൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയാസ് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ നമുക്ക് കൊടുക്കാം, കുറച്ച് പേജുകളായിട്ട്. ഇപ്പം സാധാരണ നമുക്ക് കാണുന്ന ഒരു ഡിസൈനാണ് മൾട്ടിപ്പിൾ പേജസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് അടിച്ച് പോവുക, സ്കിപ്പ് അടിച്ച് പോവുക, ലാസ്റ്റ് നമുക്കൊരു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് വരും. അതിൽ നിന്നായിരിക്കും നമ്മൾ പിന്നെ ആപ്ലിക്കേഷൻ. ഈ ഒരു വെൽക്കം സ്ക്രീനിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ വെൽക്കം സ്ക്രീൻ ഒരു യൂസർ ആദ്യമായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആദ്യമായിട്ട് കയറുന്ന സിറ്റുവേഷനിൽ മാത്രമായിരിക്കും ഈ ഒരു വെൽക്കം സ്ക്രീൻ കാണുക. അതായത് ഞാനിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഞാനിത് സ്പ്ലാഷ് സ്ക്രീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ സ്ക്രീനിൽ കാണാം. കാരണം ഞാൻ ആദ്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോണ സ്ക്രീൻ ആയതുകൊണ്ട് അപ്പോൾ ആദ്യത്തെ സമയത്ത് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. ഞാനിത് പിന്നീട് ഞാൻ സൈനപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആപ്പ് ക്ലോസ് ചെയ്ത് പിന്നീട് ഞാൻ തുറക്കണ സമയത്ത് പിന്നെ എനിക്ക് വെൽക്കം സ്ക്രീൻ കാണേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഈ വെൽക്കം, എന്താണ് ഈ ആപ്ലിക്കേഷൻ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ ഉണ്ട്, അതിൻ്റെ ആ ഒരു മാനേജ്മെൻറ്റ്, ആ ഒരു സ്റ്റേറ്റ് അതായത് ഈ യൂസർ ഇത് ഒരിക്കൽ കണ്ടതാണോ, കണ്ടെങ്കിൽ മാത്രമേ ഈ സ്ക്രീൻ കാണിക്കാൻ പാടുള്ളൂ, അങ്ങനത്തെ ഒരു മാനേജ്മെൻറ്റ് ഇതിൻ്റെ ബാക്കിലുണ്ട്. അതൊക്കെ നമുക്കിത് ചെയ്യുന്ന സമയത്ത് വരാം. ഇപ്പോൾ നമുക്ക് ഡിസൈനിങ് മാത്രം ഏതൊക്കെ സ്ക്രീനുകളുണ്ട് അതെന്തിനൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് മാത്രം ഞാൻ പറഞ്ഞു പോകണുള്ളൂ. അപ്പോൾ സ്പ്ലാഷ് സ്ക്രീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ ഒരു വെൽക്കം സ്ക്രീനുകളാണ്. ഈ വെൽക്കം സ്ക്രീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സൈൻ ഇൻ സ്ക്രീൻ ഇതായിരിക്കും പിന്നീടുള്ളത്. അതായത് നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു യൂസർ ലെവലിൽ നമ്മൾ കൊണ്ടുപോകണ ഒരു ആപ്ലിക്കേഷൻ, ഒരു യൂസർ വേണം. ആ യൂസർ സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റാസ് നമ്മൾ ഇതിൽ കീപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു സൈൻ ഇൻ സ്ക്രീൻ ഇതിലുണ്ടാവും. ഇനിയിപ്പോൾ സൈൻ ഇൻ ചെയ്തിട്ടില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഓൾറെഡി ഒരു അക്കൗണ്ട് ഇല്ലാത്ത ആളാണെങ്കിൽ നമുക്ക് സൈൻ അപ്പിൻ്റെ ഒരു സ്ക്രീൻ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഒരു ക്രിയേറ്റ് അക്കൗണ്ടിൻ്റെ ഒരു നോർമൽ സാധാരണ ഒരു നമ്മളെ ആപ്ലിക്കേഷൻസിൽ കാണുന്ന അതേ ഫ്ലോകൾ തന്നെയാണ്. പാസ്വേഡ് ഫോർഗോട്ട് പാസ്വേഡിന് ഒരു സ്ക്രീൻ, അതിൽ നമ്മൊരു പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ കൊടുക്കും. പിന്നെ അതുപോലെ നമ്മുടെ മൊബൈൽ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിലേക്കൊരു OTP വരും, അപ്പോൾ അതിൻ്റെ സ്ക്രീൻ. അപ്പോൾ ഇത്തരത്തിലാണ് ആ ഒരു ലോഗിൻ്റെ സ്ക്രീനുകൾ വരാം. പിന്നെ അതുപോലെ നമുക്ക് ഫേസ്ബുക്കോ ഗൂഗിളോ ഇത് വേണമെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യണ ഇത് കൊടുക്കും. അപ്പോൾ നമ്മളുടെ ആ ഒരു ഒത്തൻറ്റിക്കേഷൻ അല്ലെങ്കിൽ ആ അക്കൗണ്ട് ക്രിയേഷൻ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മളുടെ ഹോം പേജിൽ വരിക. അപ്പോൾ ഇതായിരിക്കും ഏകദേശം ഒരു ഹോം പേജ്. ഈ ഒരു ഡിസൈനിങ്ങിൽ അവർ 2 തരത്തിലുള്ള ഹോം പേജ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സൈൻ ഇൻ ചെയ്യാതെ തന്നെ നമുക്ക് ബ്രൗസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ഇവിടെ അടിയിൽ ടാബ് നാവിഗേറ്റേഴ്സ് ഉണ്ടാവില്ല. ടാബ് നാവിഗേറ്റർ ഇല്ലാണ്ട് ഒരു ഫ്ലോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്തരത്തിലല്ല ചെയ്യണത്. ഞാൻ ചെയ്യണത് ഒരു അക്കൗണ്ട് എന്തായാലും മസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കേസ് ഞാൻ ചെയ്യുന്ന പേജിൽ ഒരു ടാബ് ബാർ ഉണ്ടാവും. ഇതുപോലെ ഒരു ടാബ് ബാർ ഉണ്ടാവും. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും. ഹോം പേജ്. പക്ഷേ ഇതുപോലൊരു ടാബ് ബാർ താഴെ ഉണ്ടാവുന്നുള്ളൂ. ബാക്കിയെല്ലാം ഹോം പേജ് ഇതുപോലെ ആയിരിക്കും. ഹോം പേജിൽ നമുക്കൊരു ഫേവറേറ്റ്സ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ മോസ്റ്റ് റീസെൻ്റ് ആയിട്ട് അതുപോലെ പോപ്പുലർ ആയിട്ടുള്ള പിന്നെ അതുപോലെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള കാറ്റഗറീസ് ഇവിടെ ഉണ്ടാവും. പിസ്സ, ബർഗർ, അങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്തുകൊണ്ട് റെസ്റ്റോറൻറ്റുകൾ ലിസ്റ്റ് ചെയ്യിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതിൽ ഫുഡോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സോ നേരിട്ട് സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ സെർച്ചിൻ്റെ സ്ക്രീനാണ് ഇവിടെ ലെഫ്റ്റിൽ കൊടുത്തേക്കുന്നത്. സെർച്ചിനോടൊപ്പം തന്നെ ഫിൽറ്ററിങ്, അതുപോലെ പോപ്പുലർ ആയിട്ടുള്ള ടാഗുകൾ, പിന്നെ നമ്മളുടെ റീസെൻ്റ് ആയിട്ടുള്ള സെർച്ചുകൾ ഇവിടെ കാണിക്കും. അത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ അങ്ങനെ ആയിരിക്കും സെർച്ചിൻ്റെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്ററിലേക്ക് പോകും. ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും ഫിൽറ്റർ. അതായത് നമുക്ക് കാറ്റഗറീസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടാവും, കുറച്ച് ഫുഡ് ഗ്രൂപ്പ്സ്. ഇതേപോലെ തന്നെ ഇരിക്കില്ല, നമ്മളുടെ സിസ്റ്റത്തിൽ ചെറിയൊരു ചേഞ്ചസ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ടാവും. കാരണം ഈ ഡിസൈൻ അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റ് അല്ല. അത് വേറൊരു ബാക്ക് എൻഡ് സിസ്റ്റം ഒരു രീതിക്കായിരിക്കാം ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏകദേശം നമ്മൾ UI എല്ലാം ഏകദേശം ഈ ഒരു കളറ്, അതുപോലെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചറൊക്കെ നമ്മൾ ഇത് തന്നെ ആയിരിക്കും യൂസ് ചെയ്യേണ്ടാവുക. പക്ഷെ ചെറിയൊരു ലോജിക്കൽ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഇതിലൊരു റെസ്റ്റോറൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നീട് കാണിക്കാൻ പോകുന്നത് ഈ ഒരു പർട്ടിക്കുലർ സ്ക്രീൻ ആയിരിക്കും, ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സ്ക്രീൻ. അതിൽ നമുക്ക് പല ആ റെസ്റ്റോറൻറ്റിലുള്ള ഫുഡുകൾ, ആ റെസ്റ്റോറൻറ്റിലുള്ള കാറ്റഗറീസിനെ വെച്ചിട്ട് നമുക്ക് ഫുഡുകളെ ഫിൽട്ടർ ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് എത്ര ഐറ്റം വേണമെന്നുള്ളത് ക്വാണ്ടിറ്റീസ് നമുക്ക് ആഡ് ചെയ്ത് പോവുക. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ കാർട്ടിലേക്ക് പോകുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതുപോലെ ഒരു കാർട്ട്, നമുക്ക് ആഡ് ടു കാർട്ട് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതായിരിക്കും നമ്മളുടെ കാർട്ട് ഏകദേശം വരാം.
ഈ കാർട്ടിൽ ഇതുപോലെ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ടാവും. അതുപോലെ എമൗണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ടാവും, ടോട്ടൽ എഴുതിയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ ഡെലിവറിയുടെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. നമുക്കത് ഏത് അഡ്രസ്സിലേക്ക് ഡെലിവറി ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ പിന്നെ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ലിസ്റ്റ് ചെയ്യും. പേയ്മെൻറ്റുകൾ സെപ്പറേറ്റ് ആഡ് ചെയ്യാനായിട്ട് അതിന് വേറെ സ്ക്രീനുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ സ്ക്രീനുകൾ ഇതിലുണ്ട്. നമുക്കത് ഇങ്ങനെ പറഞ്ഞു പോകണമെങ്കിൽ നല്ലത്. അത് ആ സമയമാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഏകദേശം നമുക്ക് കറക്റ്റ് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് പിന്നെ റിവ്യൂസിൻ്റെ സ്ക്രീനുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ കാണുന്ന അതേപോലെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യും. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ ഇത് പറയാൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രീൻ, അതുപോലെ ഒരു അക്കൗണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഒരു സെക്ഷൻ, ഇവിടെ നമുക്ക് സൈൻ ഔട്ടിൻ്റെ ഓപ്ഷൻ, പിന്നെ അതുപോലെ പേയ്മെൻറ്റ് ഡീറ്റെയിലുകൾ അപ്ഡേറ്റ് ചെയ്യാൻ, പിന്നെ ഓർഡർ ഹിസ്റ്ററി കാണാൻ, ഡെലിവറി അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ, അത്തരത്തിലുള്ള ഒരു സ്ക്രീനും നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഇതുപോലെ ഒരു ട്രാക്ക് ചെയ്യാനുള്ള ഒരു മാപ്പിൻ്റെ ഒരു വ്യൂ ഇവിടെയുണ്ട്. ഓർഡർ ട്രാക്ക് ചെയ്യാനുള്ള വേറൊരു വ്യൂ ഇവിടെയുണ്ട്. ഇത്തരം സ്ക്രീനുകളായിരിക്കും ഞാൻ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്പ്ലാഷ് സ്ക്രീൻ, അതുപോലെ ഈ ഒരു വെൽക്കം സ്ക്രീനുകളാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ റിയാക്ട് നാവിഗേഷൻ എന്നുള്ളൊരു ലൈബ്രറി ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ നമുക്ക് സ്ക്രീനുകൾ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മളുടെ പ്രൊജക്റ്റ് നമ്മുടെ ഫേവററ്റ് ID ആയിട്ടുള്ള വിഷ്വൽ സ്റ്റുഡിയോ കോഡിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഞാൻ ആദ്യം തന്നെ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്ത് നമ്മൾ റിയാക്ട് നാവിഗേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. അപ്പോൾ റിയാക്ട് നാവിഗേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിൽ പറയുന്നില്ല. കാരണം റിയാക്ട് നാവിഗേഷൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റിയാക്ട് നാവിഗേഷൻ്റെ മെയിൻ മോഡ്യൂള് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് കുറച്ച് ഡിപ്പെൻഡൻസി കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ നമുക്ക് സ്റ്റാക്ക് നാവിഗേറ്ററും വേണം, പിന്നെ ബോട്ടം ടാബ്സ് നാവിഗേറ്ററും വേണം. റിയാക്ട് നാവിഗേഷൻ അതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ഒന്ന് സ്ട്രക്ചർ ആക്കണം. അതായത് നമ്മളെ പ്രൊജക്റ്റ് എപ്പോഴും നല്ല കോഡ് നല്ല ക്ലീൻ ആയിരിക്കണം. ഓരോ മൊഡ്യൂളുകൾ അതിൻ്റേതായിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള പാക്കേജസ് അല്ലെങ്കിൽ ഫോൾഡേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യണം. അതിൻ്റെ നെയിമിങ് കൺവെൻഷൻസ് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോഡ് വേറൊരു ആൾക്ക് അല്ലെങ്കിൽ വേറൊരു നമ്മൾ ഡെവലപ്പേഴ്സ് കാണുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവാത്ത രീതിയിലായിരിക്കണം നമ്മൾ അത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള എല്ലാ ലാംഗ്വേജിലുള്ള പോലെ നമുക്ക് ആദ്യം തന്നെ ഒരു SRC ഒരു സോഴ്സിനായിട്ടുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഈ സോഴ്സിനകത്ത് നമുക്ക് വേണ്ട മൾട്ടിപ്പിൾ പാക്കേജ് നെയിമുകൾ, അതായത് സെപ്പറേറ്റ് ഫോൾഡേഴ്സായിട്ട് നമുക്ക് ഇടാം. അതായത് നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ ചെയ്ത പോലെ നമുക്ക് സ്ക്രീൻസുകൾ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ക്രീൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ നമുക്ക് തുടങ്ങാം. അതുപോലെ ഞാൻ നാവിഗേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിലൊരുപാട് സ്ക്രീനുകൾ വരും, മൾട്ടിപ്പിൾ നാവിഗേഷൻ ഫ്ലോകൾ ഇതിൽ വരും. അപ്പോൾ ഞാൻ അതിനെ മാനേജ് ചെയ്യാനായിട്ട് ഒരു നാവിഗേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ തുടങ്ങിയെന്ന് മാത്രം. അതിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ നാവിഗേഷൻ ഫ്ലോകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ മൾട്ടിപ്പിൾ ഫയൽസ് ഉണ്ടാക്കിയിട്ട് അതിലെല്ലാം കൂടി അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ app.js ഉണ്ട്. ഇതിൽ ഒരു ബോയിലർ പ്ലേറ്റ് കോഡ് ഓൾറെഡി ഉണ്ടാവും. നമുക്കിതെല്ലാം കളയാം. നമുക്ക് തുടക്കം മുതൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ സ്ക്രീനിൽ വന്നിട്ട് ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്ക്രീൻ നമ്മൾ പറഞ്ഞ പോലെ സ്പ്ലാഷ് സ്ക്രീൻ നമ്മൾ ആദ്യത്തെ സ്ക്രീൻ. അപ്പോൾ ഞാനൊരു സ്പ്ലാഷ് സ്ക്രീൻ എന്നിട്ടൊരു ഫയൽ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് ഒരു സ്നിപ്പറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സ്നിപ്പറ്റ്സിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് വേണ്ട പെട്ടെന്നൊരു ഫങ്ഷണൽ കോമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു സ്നിപ്പറ്റാണിത്. ഇതിൽ പെട്ടെന്ന് തന്നെ ഒരു RN5 അടിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ ഒരു സ്നിപ്പറ്റ് കോഡ് മൊത്തം കിട്ടും. അപ്പോൾ ഞാനിത് സേവ് ചെയ്യാൻ പോകണം. ഇനി ഞാൻ ഈ സ്ക്രീൻസിൻ്റെ അകത്തായിട്ട് ഞാനൊരു index.js എന്ന് പറഞ്ഞുള്ള ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്ക്രീനുകളെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഓരോ സ്ക്രീൻ സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സ്ക്രീൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാക്കേജ് വരെ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പർട്ടിക്കുലർ സ്ക്രീൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിന് തന്നെ നമ്മൾ ആ സ്ക്രീൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ സ്ക്രീൻ ഇവിടെ കിട്ടി. ഇനി ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു പാക്കേജ് ആയിട്ടും ഒരു പാക്കേജിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കണ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഈ നാവിഗേറ്റേഴ്സിൽ ഇതേപോലെ തന്നെ ഞാൻ ഒരു index.js എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്തായിരിക്കും ഞാൻ റിയാക്ട് നാവിഗേഷൻ്റെ മാപ്പിംഗ് എല്ലാം ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് തന്നെ നമുക്ക് റിയാക്ട് നാവിഗേഷനിലെ നാവിഗേഷൻ കണ്ടെയ്നറിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം.
ക്രിയേറ്റ് സ്റ്റാക്ക് നാവിഗേറ്റർ. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ ഞാൻ മനസ്സിലായി, ഞാൻ സ്ക്രീൻസിൽ നിന്നാണ് ഇതിനെടുത്തേക്കണം. അപ്പോൾ അത്തരത്തിൽ എനിക്ക് സ്ക്രീൻസിൽ നിന്ന് ഇനി മറ്റുള്ള സ്ക്രീനുകളൊക്കെ എനിക്ക് എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് ഓരോ കോമട്ട് ഇട്ട് സ്ക്രീൻസിന് എടുത്താൽ മതി. പിന്നെ അടുത്തായിട്ട് നമുക്കൊരു സ്റ്റാക്കിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നാവിഗേഷൻ്റെ മെയിൻ കണ്ടെയ്നറിനെ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യണത്. ഇതിൻ്റെ അകത്തായിരിക്കും നമ്മളുടെ ഫസ്റ്റ് അല്ലെങ്കിൽ ഓരോ സ്ക്രീനുകളും വരുന്നുണ്ടാവാം. ഈ റിയാക്ട് നാവിഗേഷൻ്റെ വീഡിയോയിൽ നമ്മളിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളെ ഫസ്റ്റത്തെ സ്ക്രീൻ നമുക്കിവിടെ വേണം. ഫസ്റ്റത്തെ സ്ക്രീനിൻ്റെ പേര് നമുക്ക് സ്പ്ലാഷ് എന്ന് തന്നെ കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഈ നാവിഗേറ്റേഴ്സിനെ ഇവിടെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്ര ചെയ്യുന്നതോടുകൂടി നമുക്ക് നാവിഗേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാക്കേജിൽ നിന്ന് നമുക്ക് മൊത്തം നാവിഗേറ്റേഴ്സ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ app.js വന്നിട്ട് അതിന് തന്നെ നമുക്ക് റിയാക്റ്റിന് ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് നാവിഗേറ്റേഴ്സിനെ ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഞാൻ ആൻഡ്രോയിഡിലാണ് ഇത് റൺ ചെയ്യണത്. അതിനു മുമ്പായിട്ട് ഡിവൈസ് കണക്ട് ചെയ്യുക, എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യേണ്ടതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ മുമ്പത്തേലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയണില്ല. അപ്പോൾ ഇവിടെ ചെറിയൊരു എറർ വന്നിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മളുടെ നാവിഗേറ്റേഴ്സിൽ നമുക്ക് റിയാക്റ്റ് ഇമ്പോർട്ട് ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പ്ലാഷ് സ്ക്രീൻ ഇവിടെ റണ്ണായി. നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ കറക്റ്റായിട്ട് റണ്ണായിട്ടുണ്ട്. ഇപ്പോൾ അത് കൂടാണ്ട് നമുക്ക് ഈ ഒരു ഹെഡർ നമ്മൾ നോർമലി എടുത്ത് കളയാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ക്രീൻ ഓപ്ഷൻസിൽ നമുക്കൊരു ഹെഡർ ഷോൺ ഫോൾസ് ആക്കിയിട്ട് കൊടുത്താൽ മതി. ഇത് റിയാക്ട് നാവിഗേഷൻ 6 ആണ്, 5 അല്ല. മുമ്പ് നമ്മൾ റിയാക്ട് നാവിഗേഷൻ്റെ 5 ആണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ വേർഷൻ 6 ആണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വേർഷൻ 6 വരുന്ന ചേഞ്ചസും നമുക്ക് ഈ വീഡിയോയിലൂടെ അങ്ങോട്ട് പറഞ്ഞു പോവാം. അപ്പോൾ നമ്മൾ സ്പ്ലാഷ് സ്ക്രീൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡയറക്റ്റ് നമ്മളുടെ സ്പ്ലാഷ് സ്ക്രീനിൽ പോയിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ആ സ്പ്ലാഷ് സ്ക്രീൻ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഏകദേശം സ്പ്ലാഷ് സ്ക്രീനിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഇതിലൊരു ഇമേജാണ്, അതുപോലെ നടുക്കലായിട്ടൊരു ലോഗോ ഉണ്ട്, പിന്നെ ഒരു ടെക്സ്റ്റും ഉണ്ട്, അല്ലെങ്കിൽ ആ ടെക്സ്റ്റും ലോഗോയും കൂടി ഒരുമിച്ചായിരിക്കാം. പിന്നെ അടിയിലൊരു ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു എക്സാക്ട്ലി ഇതുപോലെ ആയിരിക്കില്ല, ഞാൻ ഐക്കൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെൽക്കം എന്നും പകരം ഫുഡ് ഡെലിവറി എന്നുള്ളൊരു ടെക്സ്റ്റാണ് കൊടുക്കുന്നത്. അതിൻ്റെ പൊസിഷൻ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് അല്ല, ഞാൻ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതുപോലത്തെ ഇമേജ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് തന്നെ ഒരു സ്റ്റാറ്റസ് ബാർ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ തന്നെ സ്റ്റാറ്റസ് ബാർ ഇതിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ നമുക്കൊരു ഇമേജ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇമേജ് നമുക്ക് കാണാം. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഞാൻ ആദ്യം തന്നെ ആ സ്റ്റാറ്റസ് ബാറിനെ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇമേജിനെ എടുക്കണം. ഓക്കെ, സ്റ്റാറ്റസ് ബാറിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ബാർ സ്റ്റൈലുണ്ട്. ബാർ സ്റ്റൈൽ ഞാൻ ലൈറ്റാണ് കൊടുക്കുന്നത്, കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് അതിൻ്റെ ലൈറ്റായിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഞാനിതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് മുമ്പൊക്കെ ചെയ്ത പോലെ കോൺസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ കോൺസ്റ്റൻസ്, അതായത് കളേഴ്സ്, ഫോൺസ്, ഇമേജസ്, ഇതെല്ലാം നമുക്കൊരു കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാക്കേജിനകത്ത് നമുക്ക് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യണം. ഈ പാക്കേജിനകത്ത് നേരത്തെ പോലെ നമുക്കൊരു index.js വിളിക്കാം. അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് ഞാൻ കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് നമ്മളുടെ ഡീഫോൾട്ടായിട്ടുള്ള കളേഴ്സൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള കളേഴ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് പലതും ചെയ്യാം. ഞാൻ ഇഷ്ടമുള്ള പേരുകൾ ഡീഫോൾട്ട് ബ്ലാക്ക്, ഡീഫോൾട്ട് ഗ്രീൻ, യെല്ലോ, അങ്ങനെ ഞാൻ കുറച്ച് കളേഴ്സ് ഞാൻ ചൂസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് നമ്മളുടെ ഈ ഒരു ഞാൻ വയർ ഫ്രെയിം കാണിച്ചു തന്നതിൽ അവർ കുറച്ച് കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു തീം പോലെ കിട്ടാൻ വേണ്ടി, ഇതായിരിക്കും ഒരു പ്രൈമറി കളറ്, അങ്ങനെ കിട്ടാൻ വേണ്ടി ടെക്സ്റ്റിൻ്റെ കളറ്, ഒരു ഇനാക്റ്റീവ് കളർ, അങ്ങനത്തെ ഒരു തീം കിട്ടാൻ വേണ്ടി കുറച്ച് കളർ കോഡുണ്ട്. ഈ സെയിം കളർ കോഡുകൾ ഞാൻ ഡീഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മളുടെ പ്രൊജക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇവിടെ ഡീഫോൾട്ട് ബ്ലാക്ക്, ഡീഫോൾട്ട് ഗ്രീൻ, ഡീഫോൾട്ട് യെല്ലോ, ഗ്രേ, ഇതെല്ലാം ആ കണ്ട കളർ കോഡുകൾ. അത് കൂടാതെ ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് കളേഴ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത്
മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കളേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനത് ഇവിടെ നിന്ന് അതിനെ എക്സ്പോർട്ട് ചെയ്യാൻ പോകണം. സ്പ്ലാഷ് സ്ക്രീനിൽ വന്നിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളത് അതിന് മുമ്പായിട്ട് കളേഴ്സ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഡീഫോൾട്ട് ഗ്രീൻ എന്നുള്ള കളറാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കണ്ടെയ്നറിന് കുറച്ച് ചേഞ്ച് വരുത്താനുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളറ് ഞാൻ ഈ സ്റ്റാറ്റസ് ബാറിൽ കൊടുത്ത അതേ കളർ തന്നെ കൊടുക്കാൻ വേണം, എന്നാലേ നമുക്ക് മൊത്തത്തിൽ ആ ഒരു എഫക്റ്റ് നമുക്ക് തോന്നുള്ളൂ. ഇപ്പോൾ ഡീഫോൾട്ട് ഗ്രീൻ എന്നുള്ള കളർ തന്നെ ഞാൻ കൊടുക്കാൻ വേണം. ഇപ്പോൾ ഏകദേശം മൊത്തം ആ ഒരു സെയിം കളർ കിട്ടി. മുകളിൽ നമുക്ക് ലൈറ്റ് കിട്ടിയത് ഈ ബാർ സ്റ്റൈലിൽ ലൈറ്റ് കൊടുത്തുകൊണ്ടാണ്. നമുക്കിനി ഇമേജ് ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കോൺസ്റ്റൻസിൽ നമ്മൾ കളേഴ്സ് ആഡ് ചെയ്തപോലെ ഞാൻ ഇമേജസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു അസറ്റ്സ് നമുക്ക് വേണം. അതിൽ നമ്മൾ റിയൽ ഫയൽസ് ഇടും, എന്നിട്ട് അതിനെ നമ്മൾ റിക്വയർ ചെയ്ത് എടുക്കാൻ, അതിനെ ഈ പ്രൊജക്റ്റിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇമേജസ് എന്ന് പറഞ്ഞ ഫയൽ യൂസ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഈ SRCയുടെ അകത്ത് ഞാൻ വേറൊരു ഫോൾഡർ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഈ അസറ്റ്സിൻ്റെ അകത്ത് വീണ്ടും ഞാൻ ഇമേജസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഈ ഇമേജസിൻ്റെ അകത്തായിരിക്കും നമുക്ക് ഇമേജസുകൾ ഇടുണ്ടാവുക. അപ്പം ഞാൻ ഈ അസറ്റ്സിൻ്റെ അകത്തെ ഇമേജസിലേക്ക് ഞാനൊരു plate.png എന്ന് പറഞ്ഞ ഫയൽ ഞാൻ ഇമ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ലോഗോ ആണ് ഞാൻ ഈ സ്പ്ലാഷ് സ്ക്രീനിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഈ ഇമേജ് നമുക്ക് അസറ്റ്സിൽ കിട്ടി. ഇനി ഞാൻ ഈ ഇമേജസ് എന്ന് പറഞ്ഞ ഫയലിലായിരിക്കും ഞാൻ ഇതിനെ ഒരു വേരിയബിളിൻ്റെ അകത്ത് കോൾ ചെയ്യാൻ പാകത്തിന് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് നമുക്ക് കോൾ ചെയ്യാം. എല്ലായിടത്തും നമുക്ക് ഈ റിക്വയർ എന്നുള്ള വിളിച്ചിട്ട് നമുക്ക് എടുക്കണത് ആവശ്യമില്ല. അപ്പോൾ ഈ ഇമേജസിലാകുന്ന തന്നെ നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ നമുക്ക് കൊടുക്കാം. അപ്പം ഞാനൊരു പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തിട്ട് അവിടേക്ക് ഞാൻ ആ ഫയലിനെ റിക്വയർ ചെയ്ത് എടുക്കാൻ പോകണം. അപ്പം ഇങ്ങനെ ഞാൻ ഇതിനെടുത്ത് ഇനി നമ്മളുടെ index.jsൽ ഞാൻ ഇമേജസിനെ കൂടി ഇമ്പോർട്ട് ചെയ്യുക. അത് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് ഒരു സ്ട്രക്ചർ പോലെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് നേരിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇമേജസുകളെല്ലാം ഈ ഒരു ഫയലിൽ കിട്ടട്ടെ എന്ന് ഉദ്ദേശിച്ചത് ഒരു സ്ട്രക്ചർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇമേജ് കിട്ടി. ഇനി നമുക്ക് ഈ ഇമേജിലേക്ക് എങ്ങനെ അത് കൊണ്ടുവരാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഇമേജിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് അതിന് ഇമേജസിനെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കണം. ഞാൻ ഇമേജസിനെ ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തെടുത്തു. സോഴ്സിലേക്ക് ഞാൻ images.plate ഇതാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് അതിൻ്റെ റീസൈസ് മോഡ് എന്നുള്ളത് ഞാൻ കൊടുക്കുന്നത് കണ്ടെയ്നാണ്. ഇനി അതിനൊരു സ്റ്റൈൽ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഇമേജ് എന്നാണ്. അപ്പോൾ ഇമേജ് എന്ന് പറഞ്ഞ സ്റ്റൈൽ ഇവിടെ ഉണ്ടാക്കുക. അതിനൊരു ഹൈറ്റും ഒരു വിഡ്ത്തും ഞാൻ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ സേവ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ലോഗോ അവിടെ സെൻട്രലായിട്ട് വന്നു. അപ്പം ഞാനിതൊരു 150 കുറച്ചുകൂടി ഒന്ന് വലുതാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ലോഗോ നമുക്ക് സെൻട്രലായിട്ട് വന്നു. പിന്നെ അതുപോലെ നമുക്കിനി അടുത്തതായിട്ട് ഒരു ടെക്സ്റ്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റിന് ഞാൻ പേര് കൊടുക്കാൻ പോണത് ഫുഡ് ഡെലിവറി എന്നാണ്. നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ അതേ പേര് കൊടുത്ത അതേ പേര് തന്നെ. ഇനി അതിലോട്ട് നമുക്ക് ഒരു സ്റ്റൈൽ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു സ്റ്റൈലും കൊടുക്കുക. അപ്പോൾ ടെക്സ്റ്റിനായിട്ട് ഞാനൊരു ടൈറ്റിൽ ടെക്സ്റ്റ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ടൈറ്റിലിൻ്റെ ടെക്സ്റ്റ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ ഒരു പേജ് ഏകദേശം ക്ലിയറായി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് നമുക്കൊരു കസ്റ്റം ഫോണ്ട്സും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഈ ഫോണ്ടിൻ്റെ സ്റ്റൈലും കൂടെ മാറ്റാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഒരു കസ്റ്റം ഫോണ്ട് ആഡ് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചത്. അപ്പോൾ കസ്റ്റം ഫോണ്ട്സ് ആഡ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഫോണ്ട്സുകൾ എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരുപാട് സോഴ്സുകളുണ്ട്. ഗൂഗിൾ ഫോണ്ട്സൊക്കെ നമുക്ക് ഗൂഗിൾ ഫോണ്ട്സിൽ നിന്നൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഗൂഗിൾ ഫോണ്ട്സിൽ നിന്ന് ഞാനൊരു ഫോണ്ട്സ് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ പോപ്പിൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോണ്ട് ഉണ്ട്, കസ്റ്റം ഫോണ്ട് ഉണ്ട്. അത് ഗൂഗിൾ ഫോണ്ട്സ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ജസ്റ്റ് വന്നിട്ട് ഡൗൺലോഡ് ഫാമിലി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ നമുക്ക് ഡൗൺലോഡായി കിട്ടും. എന്നിട്ട് ആ ഫയൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് നമ്മളുടെ പ്രൊജക്റ്റിൽ ഏതെങ്കിലും ഒരു സോഴ്സിൽ കൊണ്ടിട്ടാൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത ഫയൽസ് നമ്മളുടെ സോഴ്സിൽ നമുക്കൊരു അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടായി, നമ്മൾ ഇമേജസ് ഒക്കെ ഇട്ട്. അതേപോലെ അസറ്റ്സിൻ്റെ അകത്ത് ഞാനൊരു ഫോൺസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറും കൂടി ക്രിയേറ്റ് ചെയ്യണം. ഈ ഫോൺസിൻ്റെ അകത്തോട്ട് ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത ഫയൽസിനെ പേസ്റ്റ് ചെയ്യണം.
അപ്പോൾ ഇത്രയും ഫയൽസാണ് ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ള ഫയൽസ് മാത്രം ഞാൻ ഒരു TTF എന്ന് പറഞ്ഞൊരു ഫയലായിരിക്കും ഒരു ഫോൺസിൻ്റെ ഫയൽ. അപ്പോൾ ഞാനതെല്ലാം ഇതിന് ശേഷം നമ്മൾ ഈ റൂട്ട് ഫോൾഡറിലായിട്ട് നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഒരു കോൺഫിഗ് ഫയലാണ് നമ്മളുടെ ഫോണ്ട് അസറ്റുകളൊക്കെ എവിടെയാണ് കിടപ്പുണ്ടാവാന്ന് നമ്മൾ കൊടുക്കണ ഒരു കോൺഫിഗ് ഫയൽ. അപ്പോൾ അതിന് reactnative.config.js ഇങ്ങനൊരു പേര് കറക്റ്റ് ഇത് തന്നെ ആയിരിക്കണം, എന്നാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. എന്നിട്ട് അതിലോട്ട് നമ്മൊരു കോൺഫിഗറേഷൻ ആഡ് ചെയ്യണം. ഒരു ഒബ്ജക്റ്റാണ് അത്, ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ്. ഇങ്ങനൊരു ഒബ്ജക്റ്റിനകത്ത് പ്രൊജക്റ്റ് ഉണ്ടാവും, പിന്നെ അസറ്റ്സ് ഉണ്ടാവും. ഇത്രയും മിനിമം ഇത്ര ഒരു സംഭവം അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ module.exports കൊടുത്തിട്ട് ഒരു ഒബ്ജക്റ്റിനെ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ അസറ്റ്സിൻ്റെ അകത്ത് കൊടുക്കണ ഒരു ഫോൾഡർ, ആ ഫോൾഡർ കറക്റ്റ് ആ ഫോൺസിലേക്കുള്ള ഫോൾഡർ ആയിരിക്കും. എൻ്റെ കേസിൽ ഇവിടെ SRCയുടെ അകത്ത് അസറ്റ്സിൻ്റെ അകത്താണ് ഫോൺസ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കറണ്ട് ഡയറക്ടറി, അതിൻ്റെ അകത്ത് SRCയുടെ അകത്ത് അസറ്റ്സിൻ്റെ അകത്ത് ഫോൺസ്. അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം ഞാൻ നമ്മളെ കമാൻഡ് ഒരു റിയാക്ട് നേറ്റീവ് ലിങ്ക് കമാൻഡ് അടിക്കണം. അതെന്തിനാന്ന് വെച്ചാൽ iOS-ലോട്ടും ആൻഡ്രോയിഡ് മൊഡ്യൂളുകളും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഈ പ്രൊജക്റ്റിൻ്റെ അകത്തോട്ട്, നേറ്റീവ് മൊഡ്യൂളിൻ്റെ അകത്തോട്ട് ഈ ഫോൺസുകൾ ഇമ്പോർട്ടായി പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ റിയാക്ട് നേറ്റീവ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യണം. ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ അസറ്റ്സ് ലിങ്ക്ഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ചെറിയൊരു വാണിംഗ് കാണുന്നുണ്ട്, റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്കോഡ് പ്രൊജക്റ്റിൽ അത് എക്സിസ്റ്റഡ് ആയിട്ടില്ല. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ആയി. അപ്പോൾ ആൻഡ്രോയിഡ് പ്രൊജക്റ്റിലോട്ടും iOS പ്രൊജക്റ്റിലോട്ടും ലിങ്കിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഇത്രയും ചെയ്തതിന് ശേഷം ഒന്നും കൂടെ നമ്മൾ ആപ്ലിക്കേഷൻ റൺ ചെയ്ത് നോക്കാം. ഒന്നുകൂടെ ഞാൻ ബിൽഡ് എടുക്കുകയാണ്. ഇനി ഇതിൽ ഇൻ കേസ് ഒരു എറർ എന്തെങ്കിലും ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഒന്നും കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് രണ്ടാമത് ഈ റൺ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ റൺ iOS കമാൻഡ് അടിച്ച് രണ്ടാമത് അതിലേക്ക് പുതിയൊരു APK റൺ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ഇവിടെ റണ്ണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഫോൺസ് നമ്മളിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ അസറ്റ്സിൽ നമ്മൾ ഇമേജസ് ആഡ് ചെയ്ത് അതുപോലെ ഫോൺസ് ആഡ് ചെയ്ത്, പക്ഷേ കോൺസ്റ്റൻസിൽ നമ്മൾ ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് നമ്മൾ ഇതെല്ലാം ഈ ഫയലുകളെ നേരിട്ട് ലിങ്ക് ചെയ്ത് ഒബ്ജക്റ്റുകളാക്കി വെച്ചേക്കണം. അതേപോലെ നമുക്ക് ഫോൺസുകൾക്കും അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഫോൺസുകളെ വിളിക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു fonts.js എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഞാൻ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ അവിടെ നിന്ന് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഈ പേരുകൾ കറക്റ്റ് ശ്രദ്ധിക്കുക. ഈ പേരുകളും കറക്റ്റ് മാച്ച് ആയിരിക്കും. ഈ സെയിം നെയിം വെച്ചിട്ടായിരിക്കും. ഈ എക്സ്റ്റൻഷൻ വേണ്ട, TTF വേണ്ട, പക്ഷെ ആ ഫയൽ നെയിം കറക്റ്റ് പോപ്പിൻസ് ബ്ലാക്ക് ബോൾഡ്, എക്സ്ട്രാ ബോൾഡ്, എക്സ്ട്രാ ലൈറ്റ്, മീഡിയം, റെഗുലർ, സെമി ബോൾഡ്, തിൻ, അങ്ങനെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ പേര് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം, ഒബ്ജക്റ്റുകളുടെ കീ എന്ത് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ ഈ നെയിം അതിൻ്റെ വാല്യൂ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ എനിക്ക് നമ്മളുടെ ഈ ഇൻഡെക്സിനകത്ത് നമുക്ക് ഫോൺസിനെയും കൂടി ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഫോൺസിനെ നമുക്ക് എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ നമ്മളുടെ സ്ക്രീൻസിൽ വന്നിട്ട് നമ്മളുടെ സ്പ്ലാഷ് സ്ക്രീനിൽ ഞാൻ ആദ്യം തന്നെ ഇവിടെ നിന്ന് ഫോണ്ടിനെ ഇമ്പോർട്ട് ചെയ്തെടുക്കാം. ഫോൺസിന് ഇപ്പോൾ എനിക്കിനി ഇവിടെ ഫോണ്ട് ഫാമിലി ആയിട്ട് ആ ഫോണ്ട് അവിടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ചേഞ്ച് ഒന്ന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ബോൾഡാക്കി കാണിച്ചു തരാം. ബോൾഡാക്കുമ്പോൾ നമ്മളുടെ പോപ്പിൻസിൻ്റെ ബോൾഡ് ഫോണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സെമി ബോൾഡാണ് വേണമെന്നുണ്ടെങ്കിൽ സെമി ബോൾഡാക്കി കഴിഞ്ഞാൽ സെമി ബോൾഡിലേക്ക് വരും. തിന്നാണ് വേണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു തിന്നായിട്ടുള്ളൊരു ഫോണ്ട് അവിടെ വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇത് എടുക്കാം. ഞാനിവിടെ ലൈറ്റാണ് യൂസ് ചെയ്യണം. ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ കസ്റ്റം ഫോണ്ട് പോപ്പിൻസ് എന്ന് പറഞ്ഞ ഫോണ്ട് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തതോടുകൂടി നമ്മളെ സ്പ്ലാഷ് സ്ക്രീൻ ഏകദേശം കഴിഞ്ഞു. സ്പ്ലാഷ് സ്ക്രീൻ ഇത്രയും മതി. ഇനി ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റിയാണ് ചെയ്യാനുള്ളത്. നമുക്കത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഡിസൈനിങ് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഇനി വെൽക്കം സ്ക്രീനിലേക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ചെറിയൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് എഴുതി വെക്കാൻ ഞാനൊരു യൂട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാക്കേജും കൂടി ക്രിയേറ്റ് ചെയ്യും. വേറെ ഒന്നുമില്ല, ചില കാൽക്കുലേഷൻസ്, ചില ജനറേഷൻസ്, എന്തെങ്കിലും ജനറേറ്റർ ചെയ്യാൻ. അപ്പോൾ അതിന് ചെറിയൊരു യൂട്ടിൽ കാര്യങ്ങളായിട്ട് ഞാനൊരു യൂട്ടിൽസ് എന്ന് പറഞ്ഞിട്ടൊരു നമുക്കതിൽ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനതിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പലതും അതിൽ ആഡ് ചെയ്യും. ഇപ്പം ഞാനിത് ആഡ് ചെയ്യാൻ എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യം തന്നെ നമുക്ക് index.js വെക്കാം.
പിന്നെ അതുകൂടാണ്ട് ഞാൻ അതിലേക്ക് ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസ്പ്ലേ ഡോട്ട് ജേസ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേ പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു യൂട്ടിൽ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഡയമെൻഷൻസ് ഇതിലെടുക്കണം. കാരണം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്ക്രീനിൻ്റെ വിഡ്ത്തും ഹൈറ്റും വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു റേഷ്യോ വെച്ചിട്ടുള്ള ഒരു ഹൈറ്റും വിഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു യൂട്ടിൽ ഫങ്ഷൻസ് അത്രയും ഞാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫയൽ എടുത്തത്. നമുക്ക് പല സ്ഥലത്ത് ഉപയോഗിക്കേണ്ടി വരും. കാരണം സ്ക്രീനിൻ്റെ മൊത്തം വിഡ്ത്തിൻ്റെ ഒരു ഇത്ര ശതമാനമായിരിക്കണം എൻ്റെ ഒരു കാർഡിൻ്റെ വിഡ്ത്ത്. അങ്ങനത്തെ ഒക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യൂട്ടിൽ ഫങ്ഷൻസ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ രീതിയിൽ എഴുതുന്നത്. ഞാനിവിടെ ഹൈറ്റ് ഇതിനകത്തുനിന്ന് ഞാൻ സ്ക്രീനിൻ്റെ ഹൈറ്റും വിഡ്ത്തും എടുത്ത് ഇനിയിപ്പോൾ ഞാനൊരു സെറ്റ് വിഡ്ത്ത് സെറ്റ് ഹൈറ്റ് എന്നുള്ള 2 ഫങ്ഷനാണ്. ഇത്രയേ ഉള്ളൂ ആ സിമ്പിൾ കാൽക്കുലേഷൻ. ഒരു ഇത്ര ശതമാനം നമ്മൾ പാസ് ചെയ്യുന്ന അത്രയും ശതമാനം ടോട്ടൽ ഹൈറ്റ് കിട്ടാനുള്ളത്. അതുപോലെ ഇവിടെ നമുക്ക് സെറ്റ് വിഡ്ത്ത് എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ഇൻഡെക്സിൽ വന്നിട്ട് നമുക്ക് നോർമലി ചെയ്യണ പോലെ അപ്പോൾ നമ്മൾ ഇതിനെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ സ്ക്രീൻസിൽ വന്നിട്ട് ഇവിടെ ഞാനിവിടെ ഹൈറ്റും വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനെ ഇവിടുന്ന് യൂട്ടിൽസിന് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേ ഇവിടെ കിട്ടി. ഇനി ഇവിടെ വന്നിട്ട് ഞാൻ ഹൈറ്റ് ഞാനൊരു 30 നമ്മളെ കുറച്ചുകൂടി ഒന്ന് വലുതായി. അപ്പോൾ ഞാൻ ഈ ഇമേജിൻ്റെ ഡയമെൻഷൻ കൊടുത്തത് സ്ക്രീനിൻ്റെ ഒരു ഹൈറ്റും വിഡ്ത്തിനും ബേസ് ചെയ്തിട്ടുള്ള, അതായത് സ്ക്രീനിൻ്റെ മൊത്തം ഹൈറ്റിൻ്റെ 30%, മൊത്തം വിഡ്ത്തിൻ്റെ 60%, അങ്ങനെയുള്ളൊരു രീതിക്ക് ഞാൻ ജസ്റ്റ് കൊടുത്തത് മാത്രം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഇവിടെ നീളം അങ്ങനത്തെ ഒരു രീതിയിൽ. അപ്പോൾ സ്ക്രീനിൻ്റെ ഇപ്പം ഓരോ മൊബൈൽ മാറുന്നതിനനുസരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ ഡയമെൻഷൻസിൽ നമ്മളുടെ ഇമേജസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ക്രീനിൻ്റെ ഡയമെൻഷൻസ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ വേറെ ഫോണിൽ വരുമ്പോൾ ആ സ്ക്രീനിൽ എത്രയാണോ ഉള്ളത് അതിൻ്റെ 30% വെച്ച് എടുക്കും. ഇപ്പോൾ നമ്മൾ 150 എന്നൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ സ്ക്രീൻ ഡയമെൻഷനുള്ള സ്ക്രീനിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വ്യത്യാസം വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല ആ സ്ക്രീനിൽ വരാം. അപ്പോൾ സ്ക്രീനിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാത്തിലും ഒരേപോലത്തെ ഒരു നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത്രയും ചെയ്തതോടുകൂടിയിട്ട് സ്പ്ലാഷ് സ്ക്രീൻ നമ്മളെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് വെൽക്കം സ്ക്രീനുകളാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വരും വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇനി ഈ വരും വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.